ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വിക്ടിംസിന് എപ്പോഴും മനസ്സിൽ തോന്നാറുള്ള ഒരു ചോദ്യമാണ്, ലൈക്ക് നമുക്ക് എന്തുകൊണ്ട് ഇത് പുറത്തു വരാനായിട്ട് പറ്റുന്നില്ല, എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമുക്കറിയാം ഈ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക് ആണെന്നും ഈ വ്യക്തി നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണെന്നും നമ്മൾ ഈ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ പോലും നമുക്കിതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ കാലുകൾ എന്തോ കോൺക്രീറ്റിൽ പെട്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ കോൺക്രീറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ അവിടെ നിന്ന് ഇളക്കാൻ പറ്റാത്ത രീതിയിൽ ഫിക്സ് ആയിരിക്കുന്ന പോലെ നമുക്ക് തോന്നുകയാണ്. നമുക്ക് പുറത്തു വരാൻ പറ്റില്ല എന്നൊരു വിശ്വാസം നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. നമ്മൾ സ്വയം വിശ്വസിക്കുന്നത് നമ്മൾ വളരെ വീക്കാണെന്നും നമുക്ക് എൻ്റെ വിധി ഇതാണെന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്നും ഒക്കെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും എത്തുന്നുണ്ട്, അങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഇതിന് കാരണം എന്ന് പറയുന്നത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ എന്താണ് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ്? ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് അത് നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കൺട്രോൾ ഇല്ലാതെ ഇരുന്നുകൊണ്ട് ഈ അബ്യൂസസ് ഒക്കെ നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലൊരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പവർലെസ് ആണ് എന്നാണ് ബ്രെയിൻ കരുതുന്നത്. ഇത് കാരണം തന്നെ പുറത്തു വരാനായിട്ട് പല അവസരങ്ങൾ ഉണ്ടെന്നിരിക്കെ തന്നെ പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വിക്ടിം മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് നിങ്ങൾ എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നാർസിസിസ്റ്റ് നിങ്ങൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് അവരുടെ മാനിപ്പുലേഷൻസിലൂടെയാണ്, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള പലതരത്തിലുള്ള ടാക്ടിക്സിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ ഇവരുടെ ടാക്ടിക് എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. മൊത്തത്തിൽ താറുമാറായിട്ടുള്ള ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. ഈ നാർസിസിസ്റ്റിന്റെ ബിഹേവിയർ വളരെ ഡേഞ്ചറസ്ലി അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. നമുക്ക് ഒരു ദിവസത്തിൽ ഇവര് ലവ് ബോംബിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ ഡിന്നർ ഉണ്ടാക്കാം, ഇന്നത്തെ ഭക്ഷണം ഞാൻ പാകം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അവർ ഉണ്ടാക്കി നമ്മളെ എല്ലാവരും കൂടെ ഇരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ലവ് ബോംബിങ് നടക്കുകയാണെങ്കിൽ, തൊട്ടടുത്ത ദിവസം ഇതേ കാര്യം തന്നെ അല്ലെങ്കിൽ ഇതേ കാര്യം നടക്കുന്ന സമയം തന്നെ ഗ്യാസ് ലൈറ്റിങ്ങും ഈ പറയുന്ന നാർസിസ്റ്റിക് റേജും സൈലന്റ് ട്രീറ്റ്മെന്റും ഒക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസത്തിൽ ലവ് ബോംബിങ് നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം എക്സ്ട്രീം ഡീവാല്യൂഷൻ നടക്കുന്ന രീതിയിലായിരിക്കും ഒരു നാർസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഉണ്ടാകുക. അവർ അത്രയും അൺപ്രഡിക്റ്റബിൾ ആണ്. നാർസിസ്റ്റിക് പാരന്റ്സിന്റെ കീഴിൽ വളർന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ഡൈനാമിക്സ് ചെറിയ പ്രായത്തിലെ അവർ ഇത് ഫേസ് ചെയ്താണ് വളരുന്നത്, അറിയാലോ. ഇത്തരത്തിലൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ വിക്ടിമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എപ്പോഴാണ് ഇവർ അബ്യൂസീവ് ആവുക, എപ്പോഴാണ് ഇവർ വീണ്ടും ലവ് ബോംബിങ് എടുത്തുകൊണ്ട് വരിക എന്ന് പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇത് പോകുന്നത്. കാരണം പ്രെഡിക്റ്റബിൾ അല്ല ഇതൊന്നും. ഇവർ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുക? വളരെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രിപ്പറേഷൻ നമ്മളിൽ ഉണ്ടാക്കാനായിട്ടല്ല, നമുക്ക് ഒരു പ്രിപ്പയർഡ് ആയിട്ട് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രെയിൻ ചെല്ലുകയും അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്കിത് മാറ്റാൻ പറ്റില്ല എന്നൊരു വിശ്വാസം പതുക്കെ ഉണ്ടാക്കിയെടുക്കാനും കാരണമാകും. ഇനി ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ നാർസിസിസ്റ്റിക് ടാക്ടിക് എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. നിങ്ങളുടെ റിയാലിറ്റി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മൾ ഇൻഅഡ്യൂക്കേറ്റ് ആണെന്നും നമ്മൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് കൂട്ടുന്നതാണെന്നും ഒരുപാട് പേർക്ക് വിക്ടിംസിന് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇത് നിങ്ങൾക്ക് ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ടെന്നും നമ്മൾ കണ്ണിൻ്റെ മുമ്പേ കണ്ട ഒരു കാര്യം അവർ നമ്മളെ ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എവിഡൻസ് അടക്കം നമ്മൾ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ അവരുടെ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നിന്റെ തോന്നലുകളാണെന്നും നീ ആലോചിച്ച് കൂട്ടുന്നതാണെന്നും നിനക്ക് പ്രശ്നങ്ങളുണ്ടെന്നും നീ ഇങ്ങനെ രണ്ട് വ്യക്തികളായിട്ട് മാറാറുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലാണ് പല നാർസിസ്റ്റുകളും ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവരുടെ നമ്പർ 1 ടൂളാണ്. ഈ ഒരു കാര്യത്തോടൊപ്പം തന്നെ നമ്മൾ വളരെ സെൻസിറ്റീവ് ആണെന്നും നമ്മൾ ഇൻഎഡ്യൂക്കേറ്റ് ആണെന്നും ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തവരാണെന്നും എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ എന്താ പറയുക റിയാക്ട് ചെയ്യുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നീ എന്നുള്ള രീതിയിൽ ഇവരുടെ ഭീകരമായിട്ടുള്ള അബ്യൂസസും ഈ ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഗിൽറ്റ് ട്രിപ്പിങ്ങും മാനിപ്പുലേഷനും എല്ലാം ചെയ്തിട്ട് നമ്മളോട് പറയുന്നത്
നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്നും എടുക്കാൻ പറ്റാത്തത്. നിനക്ക് തമാശ പോലും, എൻ്റെ തമാശകൾ പോലും തമാശയെ കാണാൻ നിനക്ക് പറ്റുന്നില്ല, അത്രയ്ക്കും സെൻസിറ്റീവ് ആണ് നീ എന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ലൈറ്റ് ചെയ്ത് ഈ ഒരു കാര്യം നമ്മൾ ഇന്നഡിക്വേറ്റ് ആണെന്നും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നാലും നമ്മൾ ഒന്നിനും കൊള്ളാത്തവർ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് അത്രയും ഡീപ്പായിട്ട് ആ ഡാമേജ് അവർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എനിക്കറിയാം ഇയാൾ ഇതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ പോലും കോൺസ്റ്റന്റ് ആയിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് നമ്മളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടമായി തുടങ്ങും. സബ് കോൺഷ്യസ്ലി തന്നെ അത് തുടങ്ങും എന്നുള്ളതാണ്. അത് തുടങ്ങി പിന്നെ നമുക്കിത് പറ്റാത്ത ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിലേക്ക് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മളങ്ങ് ആയിപ്പോവും. നമ്മൾ പുറത്ത് ഇയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ പാവപ്പെട്ട വിക്ടിമിനെ ഈ ഒരു നാർസിസിസ്റ്റ് ആക്കി എടുക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഇന്റേണൽ ആയിട്ടുള്ള ഇൻകംപീറ്റൻസ് ആണ് ഈ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിന്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പുറത്ത് വന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാം എന്ന് ഉള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ധൈര്യം എങ്ങനെയാണ് വരുന്നത്? മൂന്നാമത്തെ കാര്യം ഐസൊലേഷൻ ആണ്. നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള വഴികളെല്ലാം അടച്ചുകൊണ്ട് നാർസിസിസ്റ്റ് ചെയ്യുന്ന ടാക്ടിക്. നിങ്ങളെ നാർസിസിസ്റ്റിന്റെ കയ്യിലെ കളിപ്പാട്ടം മാത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള വഴികളെല്ലാം ഇയാൾ അടയ്ക്കും. നിങ്ങളെ ബാക്കിയുള്ള എല്ലാവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യും. അവർക്കെല്ലാം എന്തോ കുഴപ്പമുള്ളവരാണ്, അവരങ്ങനെ ചിന്തിക്കുന്നവരാണ്, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്, നിങ്ങളുടെ ഭവിഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർത്ത് നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്നും ആദ്യം അവർ അകറ്റും. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിരന്തരം ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ മാറ്റി ഈ നാർസിസിസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ പോയി പലതരം ഡ്രാമകൾ ഇവർ സ്ഥിരം ഇറക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സ്വർണവും പണവും എല്ലാം ഇവർ തന്നെ കൈകാര്യം ചെയ്ത് മൊത്തത്തിൽ കൺട്രോൾ ഇവർ തന്നെ ഏറ്റെടുക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ റിസോഴ്സസും പുറത്തു വരാനുള്ള വഴികളെല്ലാം ഇവർ ഓരോന്നായിട്ട് അടച്ചുകൊണ്ട് ഇവർ നിങ്ങളിലേക്ക് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ഥിരം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിനക്ക് പുറത്തു വരാൻ കഴിയില്ല എന്നുള്ളതാണ്. നിനക്ക് പുറത്തു വന്നാലും ആരിൽ നിന്നും പുറത്തു വരാൻ ശ്രമിച്ചാലും ഒരാളിൽ നിന്ന് നിനക്ക് ഹെൽപ്പ് കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്യും. അതിൽ നിന്നുകൊണ്ട് ഈ ഒരു ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥ പൂർണ്ണമാവുകയും ചെയ്യും. നാലാമത്തെ ടാക്ടിക് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡീവാലുവേഷൻ. പൂർണ്ണമായിട്ടും നിങ്ങളുടെ സെൽഫ് വർത്ത് തകർക്കുക. നിങ്ങളെ കോൺസ്റ്റന്റ് ആയിട്ട് വിമർശിച്ചുകൊണ്ട് ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവർ പൂർണ്ണമായിട്ട് നിങ്ങളുടെ സെൽഫ് വർത്ത് ഇല്ലാതാക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ട് സെൽഫ് വർത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർക്ക് പൂർണ്ണമായും നിങ്ങളിലുള്ള കൺട്രോൾ നിലനിർത്തി റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അത് എപ്പോഴും അവർക്ക് ആവശ്യമായതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ ചെറിയ ചെറിയ കഴിവുകൾ പോലും മുളയിലേ നുള്ളി അവർ ഈ ഒരു നിങ്ങളുടെ സെൽഫ് വർത്ത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഈ ഒരു ടാക്ടിക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെയൊക്കെ പോലുള്ള സ്വഭാവമുള്ളതിനെയൊക്കെ ആരാണ് സ്നേഹിക്കാനായിട്ട്? നിന്നെയൊക്കെ ആർക്കെങ്കിലും പുല്ല് വിലയെങ്കിലും നിനക്കൊക്കെ തരുമോ? കാരണം ഒന്നിനും കൊള്ളാത്തതാണ് നീ. നിനക്കെന്ന് പറഞ്ഞാൽ നിനക്കൊരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ല. നീ പുറത്ത് പോയി കഴിഞ്ഞാൽ നിന്റെ ഓഫീസിലേക്ക് കണ്ടില്ലേ, ബാക്കിയുള്ളവരൊക്കെ പെർഫോം ചെയ്യുന്ന കണ്ടില്ലേ, അവരെ പോലെ ഒന്നും നിനക്ക് ഒരിക്കലും ആവാൻ വേണ്ടി പറ്റില്ല. നിനക്കെന്ന് പറഞ്ഞാൽ നീ പണ്ടേ ഇങ്ങനെയാണ്, നീ എന്താണെന്ന് നിനക്ക് പോലും അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഏതൊക്കെ വഴിയിലൊക്കെ നിങ്ങളുടെ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാൻ പറ്റുമോ അതെല്ലാം ഏതൊക്കെ വഴിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കും. പുറത്തു പോയി ഒറ്റയ്ക്ക് ജീവിച്ചാലും മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോയാലും നിങ്ങൾക്ക് നല്ലതൊന്നും വരാനില്ലെന്നും അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിലും ഈ അവസ്ഥയിലും തന്നെ നിലനിൽക്കുന്നതാണ് നല്ലതെന്നും നിങ്ങൾ അങ്ങ് തീരുമാനിക്കും. ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഇത് വരുന്നുണ്ടെങ്കിലും സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഇത് കുടുംബിനികളായിട്ട് നിൽക്കേണ്ടതുകൊണ്ട് ആ രീതിയിലുള്ള കണ്ടീഷനിങ് എല്ലാം അനുഭവിക്കുന്നവരായതുകൊണ്ട് ഇതിപ്പോൾ കുട്ടികളെ നോക്കേണ്ട ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതുകൊണ്ട്, സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതുകൊണ്ട്, വീട്ടിൽ ഫ്രീ ലേബർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്, ചുമ്മാ ഫ്രീ ലേബർ ചെയ്ത് കൊടുക്കുക അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ട് ഇട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഒക്കെ വളരെയധികം പിന്നെ ഈ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാനുള്ള ഒരു ഇത് എപ്പോഴും സ്ത്രീകൾക്ക് ആ പ്രഷർ അഡീഷണലി കൂടുതലാണ്. അങ്ങനെ നല്ല കുടുംബിനിയായി കാണിക്കണം എന്നുള്ളത് ആ ഒരു പ്രഷർ ചെറിയ പ്രായത്തിലെ കണ്ടീഷൻ ചെയ്ത് വരുന്നതുകൊണ്ടും സൊസൈറ്റിയും ആ ബർഡൻ ഓവറായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും സ്ത്രീകളിലായിരിക്കും ഈ അവസ്ഥ കൂടുതലായിട്ട് കാണുന്നതും സ്ത്രീകളായിരിക്കും കൂടുതൽ ഇത് കാരണം ബുദ്ധിമുട്ടുന്നതും. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? പെർമനന്റ് ആയിട്ടുള്ള കാര്യമല്ല. വാട്ട് ക്യാൻ ബി ലേൺഡ് ക്യാൻ ബി അൺലേൺഡ്. എന്ത് കാര്യം നമ്മൾ പഠിച്ചതാണെങ്കിലും കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണെങ്കിലും നമുക്കത് അവയർനെസ്സിലൂടെ മാറ്റാൻ പറ്റുന്നതാണ്. നമുക്കത് പ്രാക്ടീസസിലൂടെ നമുക്കതിന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ പറ്റുന്നതാണ്.
അതിന് വളരെ ചെറിയ സ്റ്റെപ്പ് വെച്ച് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത്. നെയിം ഇറ്റ് ടു ടെയിം ഇറ്റ് എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവയർനെസിന്റെ പ്രാധാന്യം എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ. കാരണം ഇത് ഒരു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്. അപ്പൊ ഈ പേര് എന്ന് പറയുന്നത് ഈ നാർസിസിസ്റ്റിന്റെ ട്രോമയിൽ നിന്നുണ്ടായ ഒരു കണ്ടീഷനാണ് നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ എംപവറിംഗ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു എംപവറിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് കിട്ടിയത്, ഈ ഒരു അവയർനെസ് നിങ്ങൾ നേടിയത്, ഇനി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ വീക്കാണ്, എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നും അത് എനിക്ക് മാറ്റിയെടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അവസ്ഥയും കൂടെയാണ് എന്നുള്ളതുമായിട്ട് അങ്ങനെ മാറ്റി പറയുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മൈക്രോ ചോയ്സസിലൂടെ നിങ്ങൾക്ക് കൺട്രോൾ എടുക്കാനുള്ള നിങ്ങളുടെ പവർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത്, ഈ നാർസിസിസ്റ്റിന്റെ പ്രസൻസിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളിൽ നിരന്തരം നിങ്ങൾ എപ്പോഴൊക്കെ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുന്നോ ആ സമയങ്ങളെല്ലാം ഇവര് നിങ്ങളെ അതിൽ നിന്നും തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ആന്റിഡോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ആ കൺട്രോൾ തിരികെ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ട്രെയിൻ ചെയ്തുകൊണ്ട് ബ്രെയിനിനെ. അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഇന്ന ഒരു പർട്ടിക്കുലർ കാര്യം അല്ലെങ്കിൽ ഒരു ഡിഷ് ആയിരിക്കും ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുക. എന്നിട്ട് അന്നേ ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ചെറിയ സ്റ്റെപ്പ്, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് ഈ ഒരു പാട്ട്, ഇന്ന ഒരു പാട്ട് ഇന്ന് ഞാൻ കേൾക്കും, ഫുള്ള് കേക്ക് വരുന്ന കേൾക്കും എന്ന് വിചാരിക്കുക. ഞാനൊരു 60 സെക്കൻഡ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കും എന്ന് വിചാരിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾ, ഇത് വളരെ ചെറിയ മൈക്രോ സ്റ്റെപ്സ് ആണ്. മൈക്രോ സ്റ്റെപ്സ് ആയിട്ട് തന്നെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീട്രെയിൻ ചെയ്യുകയാണ് നമ്മളെ കൺട്രോൾ എടുത്തിട്ട് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യത്തിലുള്ള കൺട്രോൾ എനിക്കുണ്ടെന്നും എനിക്ക് ഇത് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഉള്ള വിശ്വാസവും ആ വാക്കുകളും നമ്മുടെ തലച്ചോറിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഡോക്യുമെന്റ് റിയാലിറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ റിയാലിറ്റി ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു ബുക്ക് വേണം ഇത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ ഒരു ജേർണൽ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഇങ്ങനെ ഇവർ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾ നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ അവർ ഇന്ന സമയത്ത് ഇന്ന ദിവസം എന്നെ ഇത്തരത്തിൽ ഇയാൾ ഗ്യാസ് ലൈറ്റ് ചെയ്തു, ഇതാണ് സംഭവിച്ചത്, അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തത് എന്തൊക്കെയാണ്, എൻ്റെ മൈൻഡിൽ തോന്നിയത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് ഫീൽ ചെയ്തു, എനിക്ക് ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്ന് ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. നിങ്ങൾ ആ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി വെക്കുക. സംഭവങ്ങൾ അതേപോലെ തന്നെ, എന്താണോ സംഭവിച്ചത് അത് അതേപോലെ തന്നെ എഴുതി വെക്കുക. അപ്പോൾ പിന്നീട് നിങ്ങൾ എടുത്തു വെച്ച് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ബോധ്യപ്പെടുന്നത് ഇയാൾ കാരണമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ സ്റ്റെപ്പ്, റീകണക്ട് ആൻഡ് റീച്ച് ഔട്ട് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാലോ, നാർസിസിസ്റ്റ് എപ്പോഴും നമ്മളെ ഐസൊലേറ്റ് ചെയ്തിട്ടിരിക്കുന്നവരാണ്. നമുക്ക് ഹീലിംഗ് എന്ന് പറയുന്നത് കണക്ഷൻസിലൂടെയാണ് ഉണ്ടാവുന്നത്. ജെനുവിൻ ആയിട്ടുള്ള, എംപത്തറ്റിക് ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള കണക്ഷൻസിലൂടെയാണ് ഹീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും തെറാപ്പിസ്റ്റിലേക്കും എത്തുക എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ, ജെനുവിൻ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ എന്ന് പറയുന്നത്. അതിന് പാരലായിട്ട് വെക്കാൻ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിന് തീർച്ചയായിട്ടും നിങ്ങളെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു സർവൈവർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആണ്. നിങ്ങൾ ഓൾറെഡി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സർവൈവ് ചെയ്തത്. അപ്പോൾ ആ സ്ട്രോങ് ആയിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ സ്ട്രോങ് അല്ല എന്നും വീക്ക് ആണെന്നും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നത് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് കാരണം ഉണ്ടാകുന്നതാണ് എന്ന് ഇനി അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെ നിങ്ങൾ എംപവേർഡ് ആവണം ഈ വീഡിയോകളിലൂടെ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. യുവർ എക്സ്പീരിയൻസ് ഈസ് വാലിഡ്, യുവർ വോയിസ് ഡിസേർവ് ടു ബി ഹേർഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക, അത്രയും പേർക്ക് ഈ ഹെൽപ്പ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും